അതിൻ്റെ 126 സങ്കീർത്തനത്തിൻ്റെ 4 വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: ദൈവമേ, തെക്കേ നാട്ടിലെ തോടുകളെ പോലെ ഞങ്ങളുടെ പ്രവാസികളെ മടക്കി വരുത്തണേ എന്നൊരു വാക്ക് അവിടെ എഴുതിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു വാചകം എഴുതിയിട്ടുണ്ട്. തെക്കേ നാട്ടിലെ തോടുകളുടെ ഒരു പ്രത്യേകത, ഉണക്ക് കാലത്ത് അത് വരണ്ട് കിടക്കും. വരണ്ട് കിടക്കുമ്പോൾ അതിൻ്റെ തീരങ്ങളിൽ, അല്ലെങ്കിൽ ആ തോടിൻ്റെ വക്കുകളിലൊക്കെ, അല്ലെങ്കിൽ വശങ്ങളിലൊക്കെ പാമ്പും പഴുതാരയും ക്ഷുദ്രജീവികളുമൊക്കെ അഭയം തേടും. എന്നാൽ എന്നും അതങ്ങനെയല്ല. മഴക്കാലം വരുമ്പോൾ തെക്കേ നാട്ടിലെ തോടുകളുടെ സ്ഥിതിക്ക് ഭയങ്കര ഭേദമാണ്, ഭയങ്കര വ്യത്യാസം ഉണ്ടാകുന്നത്. എല്ലാത്തിനെയും തകർത്തുകൊണ്ട്, തീരങ്ങളെ കവർ ചെയ്തുകൊണ്ട് വെള്ളം ഒഴുകി വരും. അങ്ങനെ വെള്ളം ഒഴുകുമ്പോൾ ഈ തോടിൻ്റെ തീരങ്ങളിൽ അല്ലെങ്കിൽ വശങ്ങളിലൊക്കെ അഭയം തേടി സുരക്ഷിതമായിരിക്കുന്ന പാമ്പും പഴുതാരയും ക്ഷുദ്രജീവികളുമൊക്കെ ആ കുത്തൊഴുക്കിൽ ഒലിച്ചു പോയി ദൂരോട്ട് നീങ്ങിപ്പോകുന്ന അനുഭവം കണ്ടിട്ടുള്ള ഇസ്രായേൽ ജനത പാടുകയാണ്: ദൈവമേ, ഞങ്ങളുടെ പ്രവാസികൾ, ഇനിയും വരാനുള്ളവർ, അവരെ തെക്കേ നാട്ടിലെ തോടുകളുടെ പോലെ ഒരു മടങ്ങിവരവ് അവർക്ക് കൊടുക്കണേ. ഇസ്രായേൽ പ്രവാസികളുടെ മടങ്ങിവരവിനെക്കുറിച്ച് വിശദമായി വിവരിക്കുക അല്ല എൻ്റെ ലക്ഷ്യം. വേദപുസ്തകത്തിൽ ആ വചനമെടുത്തിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം: കർത്താവേ, തെക്കേ നാട്ടിലെ തോടുകളെപ്പോലെ എൻ്റെ ജീവിതത്തിൽ ഒരു നന്മ തരണം. അതെ, വരണ്ട് വറ്റിപ്പോയ സ്ഥാനത്ത്, എല്ലാം ഉണങ്ങിക്കരിഞ്ഞു പോയ സ്ഥാനത്ത്, എൻ്റെ ജീവിതം മുഴുവൻ പാമ്പും പെരിച്ചാഴിയും പഴുതാരയും ക്ഷുദ്രജീവികളുമൊക്കെ അഭയം തേടി അവരുടെ വിളനിലങ്ങളാക്കി മാറ്റിയിരിക്കുന്ന എൻ്റെ ജീവിതത്തിൻ്റെ കരിഞ്ഞുപോയ അനുഭവങ്ങളുടെ നടുവിൽ, മരുഭൂമിയുടെ അവസ്ഥയുടെ നടുവിൽ ഒരു ഒഴുക്ക്, നന്മയുടെ, സമൃദ്ധിയുടെ, അനുഗ്രഹത്തിൻ്റെ ഒരു ഒഴുക്ക് എനിക്ക് തരണേ എന്ന് പ്രാർത്ഥിക്കണം. ബൈബിളിലെ വാക്കുകൾ, വചനങ്ങൾ കേവലം ചരിത്രങ്ങളായോ പണ്ടെങ്ങോ നടന്ന ആരുടെയോ ഒരു അനുഭവമായിട്ടോ മാറ്റുന്നതിന് പകരം അതിനൊരു പ്രവചന ഗ്രന്ഥമായി ഏറ്റെടുത്ത് ഇതെന്നോടുള്ള ദൂത, ഇതെന്നോടുള്ള വചന, പ്രവാസിയെ മടക്കി വരുത്തിയ ദൈവം, സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ലാത്ത, കണ്ടിട്ടില്ലാത്ത നിലയിൽ ഇസ്രയേലിൻ്റെ പ്രവാസികളെ, അല്ലെങ്കിൽ ഇസ്രയേലിൽ നിന്ന് പോയി അന്യരാജ്യത്ത് പ്രവാസികളായി ജീവിച്ച ഒരു ജനതയെ സ്വന്തം നാട്ടിലേക്ക് മടക്കി വരുത്തിയപ്പോൾ ആ നാട്ടിലുണ്ടായിരുന്ന പഴയ അവരുടെ കൂട്ടുകാർ, അവശേഷിച്ച ജനം സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നെങ്കിൽ, എൻ്റെ തല താഴ്ന്നുപോയ ഇടങ്ങളിൽ, നിങ്ങളുടെ തല താഴ്ന്നുപോയ ഇടങ്ങളിൽ, പരാജയപ്പെട്ട ഇടങ്ങളിൽ, നിന്ന് അനുഭവിച്ച ഇടങ്ങളിൽ മനോഹരമായൊരു മടങ്ങിവരവ്, തല ഉയർത്തിപ്പിടിച്ച ഒരു മടങ്ങിവരവ്, പകയ്ക്കുന്നവർ കാണുക, പകച്ചവർ കാണുക, ദൈവമുയർത്തിയ, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരായി എൻ്റെ അവസ്ഥയ്ക്ക് ഒരു ഭേദമുണ്ടാകണമെന്നും നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ പ്രാർത്ഥിക്കണം: കർത്താവേ, ആ പ്രവാസികളെ പോലെ എൻ്റെ ജീവിതത്തിൽ ഒരു മടങ്ങിവരവ് നൽകണമേ. അപ്പോൾ തന്നെ 4 വാക്യത്തിൽ തെക്കേ നാട്ടിലെ തോടുകളെപ്പോലെ ഒരു മടങ്ങിവരവ്. എല്ലാ ക്ഷുദ്രജീവികളെയും, എല്ലാ പൈശാചിക ശക്തികളെയും എനിക്കെതിരെ, നിങ്ങൾക്കെതിരെ തന്ത്രങ്ങളിട്ട സകലരും കാണുകയും ആർക്കും തടുക്കാനാവാത്ത വിധത്തിൽ, ആർക്കും തടയാനാവാത്ത വിധത്തിൽ ഒരു പെരുവെള്ളച്ചാട്ടം പോലെ
ഒരണ പൊട്ടി ഒഴുകി വരുന്നത് പോലെ എൻ്റെ ജീവിതത്തിൽ ഒരനുഗ്രഹത്തെ, ഒരു സമൃദ്ധിയെ നൽകണമേ എന്നുള്ള ഒരു പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏറ്റെടുക്കണം. നിങ്ങൾ പറയണം, കർത്താവേ, 126 സങ്കീർത്തനത്തിൻ്റെ 1 വാക്യത്തിലും 4 വാക്യത്തിലും എഴുതിയിരിക്കുന്ന പോലെ സ്വപ്നം കാണുന്നതിനപ്പുറമായ സ്വപ്നമെന്ന് ഒരുപക്ഷെ ലോകം ചിന്തിക്കുന്ന ഒരവസ്ഥയിൽ, ഇങ്ങനെയൊന്നും നടക്കൂല എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥയിൽ എൻ്റെ ജീവിതത്തിൽ ഒരു നന്മയുടെ ഒരു കലവറ എനിക്ക് തരണം. തെക്കേ നാട്ടിലെ തോടുകളെപ്പോലെ അനുഗ്രഹത്തിൽ നിന്ന് അനുഗ്രഹത്തിലേക്ക് ഒരു കുത്തൊഴുക്ക് അതെനിക്ക് തരണം. അത് ആത്മീകമായി വേണമെങ്കിൽ അങ്ങനെ പ്രാർത്ഥിക്കണം, ഭൗതികമായി വേണമെങ്കിൽ അങ്ങനെ പ്രാർത്ഥിക്കണം. ഏതൊക്കെ നിലയിൽ നിങ്ങൾക്കത് ആവശ്യമാണോ നിങ്ങൾ പറയണം. വേറെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അങ്ങനെ പ്രാർത്ഥിക്കരുത്, ഇങ്ങനെ പ്രാർത്ഥിക്കരുത് എന്ന് പറഞ്ഞ് തടയുമ്പോൾ നിങ്ങളതിനെ വകവെക്കേണ്ട കാര്യമില്ല. കാരണം തരാനൊരു ദൈവം ഉണ്ടെങ്കിൽ, ദൈവം എനിക്ക് അനുകൂലമാണെങ്കിൽ, എനിക്ക് പ്രതികൂലമായി നിൽക്കാൻ ഒരാൾക്കും സാധ്യമല്ലെന്ന് ഉറപ്പോടുകൂടെ എൻ്റെ ദൈവമേ, സ്വപ്നം കാണുന്നത് പോലെ, സ്വപ്നം കാണുന്നതിനപ്പുറമായ ഒരനുഗ്രഹം എനിക്ക് നൽകണം. തെക്കേ നാട്ടിലെ തോടുകളെപ്പോലെ ഒരു നന്മയുടെ കുത്തൊഴുക്ക് എൻ്റെ ജീവിതത്തിലൂടെ കർത്താവ് തന്ന് എന്നെ ദേശത്ത്, നാട്ടിൽ, എന്നെ ആക്കിയിരിക്കുന്ന മേഖലകളിലൊക്കെ ആ നിലയിൽ ശോഭിക്കാൻ എന്നെ ഇടയാക്കണമേ എന്നുള്ള ഒരു പ്രാർത്ഥനയോട് നാം മുന്നോട്ട് പോകുന്നെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ, അല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ, ഒരു ദിവസം ദൈവം അത് ചെയ്യും. കാരണം ദൈവം മുഖപക്ഷമുള്ള ദൈവമല്ല. തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും നൽകുവാൻ തക്കവണ്ണം അവൻ സമ്പന്നന, വിശ്വസ്തന, വാക്കുമാറാത്തവന്. നിങ്ങൾക്ക് വേണ്ടിയും കർത്താവ് അത് ചെയ്യും.